മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഈ കഴിഞ്ഞ രാത്രി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടുന്നൊരു രാത്രി തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. അതേസമയം പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഭീകരവാദികൾക്കും ജിഹാദികൾക്കും ഒരു കാലത്തും മറക്കാൻ സാധിക്കാത്ത ഗതികെട്ട ഒരു രാത്രിയും നമ്മുടെ രാജ്യം കൃത്യമായിട്ട് പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തതായിരുന്നു. അനാവശ്യമായിട്ട് നമ്മുടെ രാജ്യത്തെ ചൊറിയരുത്, ഞങ്ങൾ അടിച്ചാൽ നിങ്ങൾക്ക് താങ്ങില്ല എന്ന്. അതൊന്നും വകവെക്കാതെ അവര് നമ്മുടെ രാജ്യത്തെ ചൊറിഞ്ഞു. നമ്മൾ അതിന് ഈ കഴിഞ്ഞ രാത്രിയിൽ കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുത്തിരിക്കുന്നു. പാകിസ്ഥാന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഇസ്ലാമാബാദ് മുതൽ പാകിസ്ഥാന്റെ സകല പ്രധാനപ്പെട്ട നഗരങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ സൈനിക സംവിധാനങ്ങൾ അടിച്ച് തകർത്തിരിക്കുന്നു. നമ്മുടെ പോർ വിമാനങ്ങള്, നമ്മുടെ പടക്കപ്പലുകള്, നമ്മുടെ കരസേനാ സംവിധാനങ്ങള്, 3 സംവിധാനങ്ങളും 3 ഭാഗത്ത് നിന്നും ശക്തമായിട്ട് ഈ പറയുന്ന പാകിസ്ഥാനെ അടിച്ച് നിരത്തിയിരിക്കുന്നു. പാകിസ്ഥാനിലെ ആർമി ചീഫിനെ കസ്റ്റഡിയിലെടുത്തതായിട്ട്, അതായത് പാകിസ്ഥാനിൽ ഒരു സൈനിക അട്ടിമറി പോലും നടന്നിരിക്കുന്നു. മാത്രമല്ല ബലൂച്ച് ആർമി, ബലൂച്ച് വിമോചന സേന പാകിസ്ഥാന്റെ ഒരു ഭാഗം, കൊറ്റ ഭാഗം അവര് പിടിച്ചെടുത്തിരിക്കുന്നു. അവരുടെ പതാക ഉയർത്തിയിരിക്കുന്നു. ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാനില്. നമ്മുടെ രാജ്യത്തിന്റെ നേതൃത്വം വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് പാകിസ്ഥാനെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു അടി നമ്മുടെ രാജ്യം ഇതിനു മുമ്പേ തന്നെ പാകിസ്ഥാന് നേരെ നടത്തിയിരുന്നെങ്കിൽ നമ്മളൊരു പഹൽഗാം ഭീകരാക്രമണം കാണേണ്ടി വരില്ലായിരുന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ. നരേന്ദ്രമോദിയുടെ കൃത്യമായ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് തന്നെയാ പാകിസ്ഥാനെ കഴിഞ്ഞ രാത്രിയിൽ തകർത്ത് തരിപ്പണമാക്കിയത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. ഞാൻ ഈ കഴിഞ്ഞ രാത്രിയില് നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം മുന്നേറിയിട്ടുള്ള അവരുടെ നീക്കത്തെക്കുറിച്ച് ചെറിയൊരു ഭാഗങ്ങളൊന്ന് എടുത്തു പറയാം. പാക് കരസേനാ മേധാവി അസിം മുനീറിനെ കസ്റ്റഡിയിൽ എടുത്തതായി റിപ്പോർട്ട് ചെയ്ത് അവിടെ തന്നെയുള്ള സൈനിക അട്ടിമറിയാണ്. നമ്മുടെ സൈനിക നീക്കത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള വിഷയങ്ങളാണ്. ഷഹബാസ് മിർസ ചുമതല ഏറ്റെടുത്തേക്കും. 5 പാക് സൈന്യത്തെ നേരിട്ട് ബലൂച്ച് വിമോചന സേന. കൊറ്റ പിടിച്ചെടുത്ത് ബലൂച്ച് വിമോചന സേന, കൊറ്റ വിട്ട് പാക് സൈന്യം. പാക് ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നു. ലാഹോറിൽ നിന്ന് ബഹ്റൈനിലേക്കും അബുദാബിക്കും പാക് എയർലൈൻസ് വിമാനം പുറപ്പെട്ടു. പാക് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം സ്ഫോടനം. ബങ്കറിൽ ഒളിച്ച് പാക് പ്രധാനമന്ത്രി. 6 യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു. ജയ്സൽമേറിൽ നിന്ന് പാകിസ്ഥാൻ പൈലറ്റിനെ ഇന്ത്യ പിടികൂടി. ജമ്മുവിലെ അക്നൂരിൽ നിന്ന് ഒരു പൈലറ്റ് പിടിയിലായെന്ന് റിപ്പോർട്ട്. പഞ്ചാബിലെ പത്താൻകോട്ട് സെക്ടറിൽ ഒരു പാക് യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി സ്ഥിരീകരണം. ഹിന്ദുസ്ഥാനും ബലൂചിസ്ഥാനും ഇടയിൽപ്പെട്ട് പാകിസ്ഥാന് തിരിച്ചടിച്ച് കരനാവിക വ്യോമസേന അണിനിരന്ന് 26 യുദ്ധ കപ്പലുകൾ, മിസൈലുകൾ വർഷിച്ച് INS വിക്രാന്തി എന്നൊരു വാർത്തയുണ്ട്. അതിലൊരു സ്ഥിരീകരണവുമില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട സകല നഗരങ്ങളും നമ്മൾ ചുട്ടരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ആക്രമണമൊക്കെ നടന്നത് കേൾക്കുമ്പോൾ ഈ രാജ്യത്തെ ഓരോ പൗരന് പോലും ഒരു തരത്തിലുള്ള വേദനയും ഉണ്ടാവരുത്. മറിച്ച് അഭിമാനം മാത്രമാണ്. നമ്മൾ യുദ്ധനീതി നടപ്പിലാക്കി തന്നെയാണ് നമ്മുടെ രാജ്യം സകല ആക്രമണങ്ങളും നടത്തിയത്. നമുക്കറിയാം പഹൽഗാം ഭീകരവാദികൾ നടത്തിയത് ആ ഒരു സമയത്ത് തന്നെ ഭീകരര് നമ്മുടെ സഹോദരിയോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ മോദിയോട് പറയൂ എന്നാണ്. നമ്മുടെ സഹോദരിമാര് അവരുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരവാദികളെ കുറിച്ച് മോദിയോട് പറഞ്ഞു. മോദി അത് കേട്ടു, മോദി മറുപടി കൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളുണ്ട്.
അതായത് നമ്മൾ തിരിച്ചടിച്ചതില് നമ്മൾ പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ല, പാകിസ്ഥാന്റെ അതിർത്തി ലംഘിച്ചിട്ടില്ല, മറിച്ച് ദീർഘദൂര മിസൈലുകളുടെ ആക്രമണമായിരുന്നു നമ്മൾ നടത്തിയത്. പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ തന്നെയാണ് നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയിരുന്നത്. ഇത് സകല ആളുകളും തിരിച്ചറിയണം. നമ്മൾ ഒരു രീതിയിലും അവരുടെ സൈനിക കേന്ദ്രങ്ങളെയോ സാധാരണക്കാരെയോ ഒന്നും തന്നെ നമ്മൾ ആക്രമിച്ചില്ല. ഈ ഒരു തിരിച്ചടിക്ക് പിന്നാലെ നമ്മൾ പറഞ്ഞു, ഒരു തരത്തിലും നമ്മളോട് ചൊറിയാൻ വരരുത്, നമ്മൾ തിരിച്ചടിച്ചാൽ നിങ്ങൾക്ക് താങ്ങില്ല എന്ന് നമ്മുടെ രാജ്യം ഉറക്കെ പ്രഖ്യാപിച്ച് അതൊന്നും കേൾക്കാതെ പാകിസ്ഥാൻ നമ്മുടെ രാജ്യാതിർത്തി, നമ്മുടെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് അവരുടെ യുദ്ധവിമാനങ്ങൾ, അവരുടെ മിസൈലുകൾ, അവരുടെ ഡ്രോണുകൾ, അവരുടെ സകല സംവിധാനങ്ങളും അവർ നമ്മുടെ രാജ്യത്തിന്റെ നേരെ പ്രയോഗിച്ച് നമ്മുടെ രാജ്യാതിർത്തി അവർ ലംഘിച്ചു. അവര് തന്നെയാണ് കൃത്യമായിട്ട് യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ തന്നെ നമ്മൾ തകർത്തു തരിപ്പണമാക്കി. ഇന്ത്യൻ മണ്ണിൽ ഒരു മിസൈലും പാകിസ്ഥാന്റേത് വീണില്ല, ഒരു യുദ്ധവിമാനങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് വന്ന് ആക്രമിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ട്? നമ്മുടെ റഷ്യൻ നിർമ്മിത സുദർശൻ ചക്ര എന്ന് പറയുന്ന നമ്മുടെ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ സകലതിനെയും തകർത്ത് തരിപ്പണമാക്കി. ഇവിടെ പ്രസക്തമായിട്ടുള്ള മറ്റൊരു കാര്യം മുന്നോട്ട് പറയാനുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ പര്യടനങ്ങൾ എന്തിനു നടത്തുന്നു എന്ന് ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടി കൂടിയാണ്. സകല ആളുകളും തിരിച്ചറിയണം, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യയിലേക്കുള്ള സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് S-400 എന്ന് പറയുന്ന റഷ്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം നമ്മൾ വാങ്ങുന്നത്. അത് നമ്മൾ വാങ്ങിയിട്ട് ഇവിടെ നിന്ന് വികസിപ്പിച്ച് അതിന് സുദർശൻ ചക്ര എന്ന് പേരും കൊടുത്തു. മോദിയുടെ കാലത്താണ് സുദർശൻ ചക്ര നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നത്. ഇസ്രായേല് ഹമാസ് എന്ന ഭീകര സംഘടനയുടെയും ഹൂത്തി എന്ന ഭീകര സംഘടനയുടെയും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനകളുടെയും ഈ പറയുന്ന സകല ഭീകരരുടെയും മിസൈൽ ആക്രമണങ്ങളെ തകർക്കാറുള്ളത് അയൺ ഡോം ഉപയോഗിച്ച ഇസ്രായേല്. ആ അയൺ ഡോമിനേക്കാൾ ശക്തിയുള്ള സംവിധാനമാണ് നമ്മുടെ സുദർശൻ ചക്ര എന്ന് പറയുന്നത്. 400 കിലോമീറ്റർ ദൂരപരിധിയില് ഭീഷണികളെ നമുക്ക് ലക്ഷ്യം വെക്കാൻ സാധിക്കും. ഒരേ സമയത്ത് തന്നെ 36 ഭീഷണികളെ നമുക്ക് നേരിടാൻ സാധിക്കും. 400 കിലോമീറ്റർ ദൂരപരിധിയില് അയൺ ഡോമിനേക്കാൾ മറികടക്കുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമാണ് എന്നുള്ളതും സകല ആളുകളും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ. ഈ പാകിസ്ഥാന്റെ സകല ആക്രമണങ്ങളെയും നമ്മൾ പ്രതിരോധിച്ചു. നമ്മൾ പ്രഖ്യാപിച്ചതുപോലെ നമ്മൾ തിരിച്ചടി തുടങ്ങി. ഇതിനു മുമ്പ് മറ്റൊരു യാഥാർത്ഥ്യം അറിയണം, ചൈനയുടെ ഒരു യുദ്ധവിമാനമൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. അത് ഇറക്കിൽ വീണ സമയത്ത് ഈ രാജ്യത്തെ സകലരും തിരിച്ചറിഞ്ഞു. ചൈനയുടെ കളിപ്പാട്ടം എങ്ങനെയാണോ ആ നിലവാരത്തിൽ തന്നെയാണ് പറയുന്ന യുദ്ധവിമാനവും എന്ന് രാജ്യവും ലോകവും തിരിച്ചറിഞ്ഞു. ചൈന പാകിസ്ഥാനെ പറ്റിച്ചതാണെന്ന് തോന്നുന്നു. ഒരു ഉറപ്പുമില്ലാത്ത ഒരു രീതിയിലും ഒരു നിലവാരവും ഇല്ലാത്തൊരു യുദ്ധവിമാനമാണ് തകർന്നു വീണിട്ടുള്ളത്. ചൈന കൊടുത്ത ഇത്തരം യുദ്ധവിമാനങ്ങളുമായിട്ടാ ലോകോത്തര രാജ്യമായിട്ടുള്ള നമ്മുടെ ഭാരതത്തോട് പറയുന്ന പാകിസ്ഥാൻ മുട്ടാൻ നിൽക്കുന്നത്. നമ്മള് അവരുടെ രാജ്യാതിർത്തി, അവരുടെ വ്യോമാതിർത്തി, നമ്മുടെ രാജ്യത്തെ അതിർത്തി ലംഘിച്ചതിന് നമ്മൾ മറുപടി കൊടുക്കാൻ തിരിച്ചു പാകിസ്ഥാനിലേക്ക് കഴിഞ്ഞ രാത്രിയില് അവരുടെ അതിർത്തി ലംഘിച്ചു പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ തകർത്തത് ചൈനയുടെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ നമ്മൾ തകർത്തു തരിപ്പണമാക്കി. അവരുടെ സുരക്ഷാ സംവിധാനങ്ങളെ നമ്മൾ വലയം ഭേദിച്ചുകൊണ്ട് നമ്മുടെ പോർ വിമാനങ്ങള് പാകിസ്ഥാന്റെ ഹൃദയഭൂമിയിലേക്ക് കടന്നു കയറി അവരുടെ തലസ്ഥാന നഗരി, അവരുടെ നഗരങ്ങള്, അവരുടെ പ്രധാനപ്പെട്ട സകലതും നമ്മൾ തകർത്ത് തരിപ്പണമാക്കി. നമ്മളുടെ പോർ വിമാനങ്ങൾ പാകിസ്ഥാന് മറുപടി കൊടുത്തു. നമ്മുടെ പടക്കപ്പലുകൾ ഒരു ഭാഗത്ത് അണിനിരന്നു, മറ്റൊരു ഭാഗത്ത് നമ്മുടെ കരസേന അണിനിരന്നു. നമ്മുടെ രാജ്യം എന്താണ് എന്ന് കഴിഞ്ഞ രാത്രിയിൽ ലോകം തന്നെ തിരിച്ചറിഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വ മികവും ലോകം തിരിച്ചറിഞ്ഞു. നമ്മൾ പാകിസ്ഥാനെ കണ്ടം തുണ്ടമാക്കിയിരിക്കുന്നു.
ഇതൊക്കെ തന്നെ ഈ രാജ്യത്തെ സകല ആളുകളും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ.